കുലുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നാം ഏവരും ജീവിക്കുന്നത്. രാഷ്ട്രീയ ശക്തികൾ, സാമ്പത്തിക സ്രോതസ്സുകൾ, നക്ഷത്രങ്ങളെപ്പോലെ ശോഭിച്ചു നിന്നവർ, കരുത്തുള്ളവർ, കഴിവുള്ളവർ എന്നു വേണ്ട സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള പല അഗ്രഗണ്യരും കുലുങ്ങിപ്പോയിട്ടുണ്ട്. ഒരു തകർച്ച, ഒരു നിരാശ, ഒരു നഷ്ടം ഇവരെ തളർത്തിക്കളയുന്നു. തന്നിമിത്തം മനസ്സിളകുന്നു, കുലുക്കം തട്ടുന്നു. എന്നാൽ ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്ന ഒരു കൂട്ടർക്ക് മാത്രമേ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ കഴിയുകയുള്ളൂ. അവരത്രേ ദൈവത്തിൻ്റെ ഭക്തന്മാർ. അതിലൊരു ഭക്തൻ പറയുന്നു, 16-ാം സങ്കീർത്തനം 8-ാം വാക്യം, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. റൈറ്റ് ഹാൻഡ്, വലത്തുഭാഗത്തിന് വളരെ പ്രത്യേകതയുണ്ട്. ഹീസ് മൈ റൈറ്റ് ഹാൻഡ്, അവൻ എൻ്റെ വലങ്കൈ എന്ന് പറയുമ്പോൾ പ്രധാനി എന്നർത്ഥം. കാര്യങ്ങൾ കാര്യക്ഷമമായി നടത്തുവാൻ കഴിവുള്ളവൻ, വിശ്വസിക്കുവാൻ കൊള്ളാവുന്നവൻ എന്നൊക്കെ ആ പദത്തിന് അർത്ഥങ്ങളുണ്ട്. ദൈവം നമ്മുടെ വലങ്കൈയാണ് എന്ന് പറയുന്നതിനപ്പുറം മറ്റ് എന്ത് ബഹുമതിയാണ് നമുക്കുള്ളത്? നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്തു തരുന്ന കാര്യസ്ഥനാം കർത്താവിനെ തന്നിമിത്തം നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയും. അങ്ങനെ കാര്യങ്ങൾ കാര്യക്ഷമമായി ചെയ്തു തരുന്ന കാര്യസ്ഥനാം കർത്താവ് നമ്മുടെ വലങ്കൈയായി ഉണ്ടെങ്കിൽ നാം ഒരിക്കലും കുലുങ്ങിപ്പോകുകയില്ല, കുലുങ്ങിപ്പോകുവാൻ അവിടുന്ന് സമ്മതിക്കുകയുമില്ല. എന്നാൽ ദൈവം നമ്മുടെ വലത്ത് ഭാഗത്ത് നിൽക്കണമെങ്കിൽ നാം ഒരു കാര്യം ചെയ്യണം. അതത്രേ, യഹോവയെ എപ്പോഴും നമ്മുടെ മുൻപിൽ വയ്ക്കണം. നാം എടുക്കുന്ന തീരുമാനത്തിന് മുൻപിൽ, നമ്മുടെ വഴിയുടെ മുൻപിൽ, നമ്മുടെ കാര്യങ്ങളുടെ മുൻപിൽ, ശുശ്രൂഷയുടെ മുൻപിൽ, കുടുംബജീവിതത്തിൻ്റെ മുൻപിൽ, ജീവിതത്തിൻ്റെ മുൻപിൽ നാം നമ്മുടെ ദൈവത്തെ വയ്ക്കണം. വേദപുസ്തക ഭാഷയിൽ യഹോവയെ എപ്പോഴും മുൻപിൽ വയ്ക്കുക എന്നതിൻ്റെ അർത്ഥം, ഒന്ന്, നമ്മുടെ ഇഷ്ടത്തിന് മുകളിൽ ദൈവത്തിൻ്റെ ഇഷ്ടം വയ്ക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 42-ാമത്തെ വാക്യം. 2, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം. 3, മറ്റെല്ലാറ്റിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കുക. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37-ാം വാക്യം. 4, തിരുവചനം രാപ്പകൽ ധ്യാനിക്കുക. 1-ാം സങ്കീർത്തനം 2-ാം വാക്യം. 5, എല്ലാ ദിവസവും ദൈവത്തോട് അടുത്ത് ചെല്ലുക. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. അങ്ങനെ നമുക്ക് നമ്മുടെ കർത്താവിനെ ജീവിതത്തിൻ്റെ എല്ലാമായി മുൻപിൽ വയ്ക്കാം. മറ്റുള്ളവർ നമ്മെ നോക്കുമ്പോൾ ആദ്യം നമ്മുടെ മുൻപിൽ നിൽക്കുന്ന കർത്താവിനെ കാണട്ടെ. അങ്ങനെ നാം കർത്താവിനെ മുൻപിൽ വയ്ക്കുമ്പോൾ സംശയം വേണ്ട, അവിടുന്ന് നമ്മുടെ വലങ്കൈയായി തൊട്ടടുത്ത് തന്നെ ഉണ്ടാകും. പിന്നെ നാം ഭാരപ്പെടേണ്ടതില്ല. കാരണം നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.